കർക്കിടക മാസത്തോടനുബന്ധിച്ച് ആലത്തൂർ തൃപ്പാളൂർ മഹാശിവക്ഷേത്രത്തിൽ രാമായണ മാസാചരണ ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായി തുടരുന്നു. ദിവസവും നടക്കുന്ന രാമായണ പാരായണം, വിശേഷ പൂജകൾ, അന്നദാന പരിപാടികൾ എന്നിവയിൽ ഭക്തരുടെ സജീവ പങ്കാളിത്തമാണ് അനുഭവപ്പെടുന്നത്. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും രാമായണ പാരായണം സംഘടിപ്പിച്ചു വരികയാണ്. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സതി മുരളീധരൻ രാമായണ പാരായണത്തിന് നേതൃത്വം നൽകി. വിരോചമാനം വസുദേവ ഐഷദാ ബാല്യസ്പൃശാവിംബുധിർ ഉദ്യത്കിരീടകടകാംഗദഹാരവാസ ശംഖാരിവാരി ജഗദാ പരിഭാസിതേന മേഘാസിതേന പരിലേസിതസൂതികേഹ പക്ഷസ്ഥലീ സുഖദിദീന വിലാസി ലക്ഷ്മി മന്ദാക്ഷലക്ഷിതകടാക്ഷ വിമോക്ഷഭേദൈ തന്മന്ദിരസ്യ കലകംസകൃതാം അലക്ഷ്മീം ഉന്മാക്ഷയന്നിവ വിരേചിത വാസുദേവ മുനിമണ്ഡലചേതസോഹി ദൂരസ്ഥിതം ബഹുദീക്ഷണിജേക്ഷണാഭ്യാം ആനന്ദബാഷ്പുളകോദ്ഭവഗദ്ഗദാദ്ര തുഷ്ടാവദൃഷ്ടിമകരന്തര സംഭവന്തം ദേവി പ്രസീദ പരപൂരുഷതാഭവല്ലി നിർലോദിതാത്ര സമനേത്ര സലാവിലാസിൻ. രാമായണത്തിലെ ധാർമ്മിക സന്ദേശങ്ങളും ആത്മീയ മൂല്യങ്ങളും ഭക്തജനങ്ങളിലേക്ക് പകർന്നു നൽകുന്ന രീതിയിലാണ് പാരായണം നടക്കുന്നത്. പാരായണത്തോടനുബന്ധിച്ച് ഭക്തർക്കായി കർക്കിടക കഞ്ഞിയും പ്രസാദ ഊട്ടും ഒരുക്കിയിട്ടുണ്ട്. കർക്കിടക മാസത്തിൽ ആരോഗ്യ സംരക്ഷണത്തിനും ആത്മീയ ഉണർവിനും പ്രാധാന്യം നൽകുന്ന ആചാരങ്ങളുടെ ഭാഗമായാണ് ഈ പരിപാടികൾ നടത്തുന്നത്. നിരവധി ഭക്തരാണ് ദിവസേന ക്ഷേത്രങ്ങളിലെത്തി ചടങ്ങുകളിൽ പങ്കാളികളാകുന്നത്. ഓഗസ്റ്റ് 12 നടക്കുന്ന കർക്കിടക വാവ് ദിനാചരണത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ബലിതർപ്പണവും തിലഹോമവും സംഘടിപ്പിക്കും. പിതൃസ്മരണയ്ക്കും ആത്മീയ വിശ്വാസങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന ഈ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ നിരവധി ഭക്തർ എത്തുമെന്നാണ് ക്ഷേത്ര ഭാരവാഹികൾ പ്രതീക്ഷിക്കുന്നത്. ദിവസപൂജ, കൂട്ടുഗണപതി ഹോമം, ഭഗവത് സേവ എന്നിവയും ക്ഷേത്രത്തിൽ പ്രധാന വഴിപാടുകളായി ഭക്തർ സമർപ്പിച്ചു വരുന്നു. UTV ന്യൂസ്, പാലക്കാട്.